ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നല്ല ചൂടുള്ള ഉഴുന്ന വടയും ആ തേങ്ങാ ചട്നി അടിപൊളിയായിരിക്കുമല്ലേ കഴിക്കാൻ. എന്ത് ടേസ്റ്റാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചൂടുള്ള ഉഴുന്ന വട കഴിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ 2 കപ്പ് ഉഴുന്നില്ലേ, സ്പ്ലിറ്റ് അല്ലാത്ത ഉഴുന്നില്ലേ, മുഴുവൻ ഉഴുന്നില്ല, അതാട്ടോ എടുത്തത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല പോലെ 2-3 വെള്ളത്തിൽ നല്ലോണം കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് ഒരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് എഴുതെടുക്കാം. അപ്പോൾ ഇതാ ഒരു 3-4 മണിക്കൂർ ഇത് ഉഴുന്ന് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഉഴുന്ന് വടക്ക് മാവ് അരക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് അരക്കണമല്ലോ. അപ്പോൾ മിക്സി നല്ലപോലെ ചൂടാവും. അതിന് വേണ്ടി 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 തുള്ളി വെള്ളം, അത്രയും മതി. ഒരുപാട് വെള്ളത്തിൽ അടിച്ചെടുക്കരുത്. തീരെ വെള്ളം കൂട്ടാണ്ട് തന്നെ നല്ല തിക്കിൽ ഇത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ല കട്ടിക്ക് തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു തരിതരിപ്പുണ്ടാകും, അത് പ്രശ്നമല്ല. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി പോവരുത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിന് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചത്. ഇനിയിപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. എന്താ പറയുക, മിക്സ് ചെയ്യണം. ഈ മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇല്ലേ, അതിട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഇടുമ്പം ചെറുതായിട്ട് എണ്ണ എന്താ പറയുക കുടിക്കുന്ന പോലെ ഉണ്ടാകും. മാക്സിമം നമ്മൾ അത് ഇടാണ്ട് റെസ്റ്റ് ചെയ്യാൻ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുഴുവൻ കുരുമുളകില്ലേ, അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക, ഇതൊന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 ടേബിൾ സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ ഉഴുന്നെടുത്തത് അതിനനുസരിച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അവിടെ ഞാനിപ്പോൾ 2 കപ്പ് എടുത്തുകൊണ്ട് 2 ടേബിൾ സ്പൂണ് എന്താ പറയുക പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേറൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, എപ്പോൾ ഉഴുന്ന് വട എണ്ണയിലേക്ക് ഇടുമ്പോൾ കൈ നല്ലോണം നനവുണ്ടായിരിക്കണം. എന്നതിന് ശേഷം കേട്ടോ ഈ ചൂടായ എണ്ണയിലേക്ക് ഇടേണ്ടത്. ഞാനിപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മളെ കൈ നല്ല നനവുണ്ടായിരിക്കണം. എന്നതിന് ശേഷം മറ്റേ കൈയും നനച്ചിട്ട് എന്താ പറയുക, നടുവിലായി ഹോൾസ് ഇല്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാട്ടോ. ഇങ്ങനെയാണ് പുറത്തുനിന്നൊക്കെ ഉണ്ടാകുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സെയിം രീതിക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എടുക്കുന്നേരം നമ്മളെ കൈ നല്ല നനവുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രൗൺ കളറായപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഭയങ്കര ക്രിസ്പി ആട്ടോ. ഇത് നല്ല ക്രിസ്പിയാണ്, പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടയാട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ.
ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.